പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, പിന്നെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസ കൈമാറ്റം അല്ലേ? രണ്ടാമത്തത് ആതുര സേവനം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും വിശ്വാസ കൈമാറ്റത്തിന് 50 മാർക്കും ആതുര സേവനത്തിന് 30 പോയിൻറ്റും എന്നാണ് ഉള്ളവർ അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങൾ പറയണത് വിശ്വാസ കൈമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാൻ, കർത്താവിന് കൈമാറാൻ അതിന് 50 പോയിൻ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ആതുര സേവനത്തിന് പക്ഷേ 30 പോയിൻ്റേ ഉള്ളതെന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആതുര സേവനമല്ലേ പറഞ്ഞത്? ആതുര സേവനമല്ലേ വലുത്? അപ്പോൾ അതിനല്ലേ കൂടുതൽ പോയിൻ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വാരിക്കോരി ആതുര സേവനത്തിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ആതുര സേവനത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസ കൈമാറ്റത്തിന് കൊടുക്കണം. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആതുര സേവനത്തിനുള്ള പോയിൻറ്റും വിശ്വാസ കൈമാറ്റത്തിനുള്ള പോയിൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. കർത്താവ് ഇപ്പം എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എന്താണ്? എൻ്റെ പിതാവിനാൽ എനിക്കെതിരെ വരുവിൻ, ലോകാരം ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു അല്ലേ? ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് അഭയമല്ല. ഈ ആതുര സേവനങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് 25:35. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ. എന്ത് ചെയ്യണം? വന്നിട്ട് എന്ത് ചെയ്യണം? ലോകാരംഭം മുതലൊക്കെ ഇരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കാൻ. അതാണ് വിഷയം. ഇപ്പം രാജ്യം കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറിയാലാ? വിശ്വാസം കൈമാറിയ രാജ്യം കൈവശമാക്കുക അല്ല, അതിനേക്കാൾ വലുതാണ് വിശ്വാസം കൈമാറുന്ന. നോക്കിയേ, ഈ ചെറിയ കൽപ്പനകളിൽ അത് എത്ര ലഘുവായാലും അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ എന്താ ആതുര സേവനം ചെയ്യുമ്പോൾ ഞാൻ രോഗിയായ നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് പറയുന്നവരോട് എന്താ പറയുന്നത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറുകയും വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ പറയണത്? നിങ്ങൾ
സ്വർഗരാജ്യത്ത് വലിയവനായിരിക്കും എന്നാണ് പറയേണ്ടത്. അതാണ് ഈ വലിയ പ്രതിഫലവും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. ചെറിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അപ്പം വിശ്വാസ കൈമാറ്റത്തിനാണ് ആതുര സേവനത്തിനേക്കാളും മേൽക്കൈയുള്ളത്, പോയിൻറ്റ്സ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഉടമ്പടി ഇത്തരം കത്താൻ കാര്യം. ഉടമ്പടി 50 പോയിൻ്റ് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആ സാക്ഷ്യപ്പെടുത്തുക, സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, സാക്ഷ്യം എഴുതിയ പത്രങ്ങൾ വിതരണം ചെയ്യുക, ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ വിശ്വാസ കൈമാറ്റം വന്നാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഭയങ്കരമായ കൃപയാണ് അവർ. അത് അറിഞ്ഞു വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ചിലർ വിചാരിക്കും, കാര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ വിചാരിക്കും ആതുര സേവനമാണ് ഏറ്റവും വലുത്. ആതുര സേവനത്തിന് 30 പോയിൻ്റ്, കിട്ടിയാൽ വിശ്വാസ കൈമാറ്റത്തിന് 50 പോയിൻ്റ് ആവേണ്ടത്. അപ്പം രണ്ടും ചെയ്യണം. ഉടമ്പടിയിലുള്ളവർ ആ ഉടമ്പടി പ്രകാരം രണ്ടും ചെയ്യണം. ദൈവസ്നേഹത്തോട് ചെയ്ത് വളരുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.